എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന കറിക്കുള്ള കാര്യങ്ങൾക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ലക്ഷ്മിയമ്മയുടെ അരിയിലേക്ക് പിങ്കി ചെല്ലുവാണ്. പിങ്കിയുടെ ഈ വരവ് കണ്ടപ്പോൾ തന്നെ ലക്ഷ്മിയമ്മ പറഞ്ഞു, എന്താ പിങ്കി, പതിവില്ലാതെ എന്തോ ഒരു കാര്യം എന്നോട് സംസാരിക്കാനുണ്ടെന്ന് തോന്നല്ലോ. ഒന്നുമില്ല, എന്താ കാര്യം പറ. നീ എന്നോട് കറി വെക്കാൻ കൂടാൻ വന്നൊന്നും അല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്തോ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്ന. അത് ലക്ഷ്മിയമ്മേ, എന്റെ മനസ്സിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് മനസ്സിലിരിക്കില്ല. അത് വീട്ടിലാണ് ശരി, ഞാൻ അതിങ്ങനെ എല്ലാവരോടും തുറന്നു പറയും. അപ്പൊ എനിക്ക് ലക്ഷ്മിയമ്മയോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. അല്ല, എന്താ കാര്യം? എനിക്ക് ആ ഗാഥേനെ കുറിച്ച് എന്നെ സംസാരിക്കാനുള്ളേ. ഗാഥയുടെ മുറച്ചെറുക്കനുണ്ടല്ലോ ഹേമന്ത്, ആ ഹേമന്ത് വന്നു കഴിയുമ്പോൾ ഗാഥേനെ ആ കൂടെ പറഞ്ഞു വിടുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ലക്ഷ്മിയമ്മ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ പിങ്കിമോളെ, പക്ഷെ കാര്യമുണ്ട്. നന്ദ പറയുന്നേ ഹേമന്തിന്റെ സ്വഭാവം അത്ര ശരിയല്ലെന്നാ പറയണേ. ഗാഥയ്ക്കാണ് ഹേമന്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു പേടിയാന്നാ പറയണേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? നമുക്കത് നിർബന്ധിച്ച് ആ കൂടെ വിടാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം പിങ്കി പറഞ്ഞു, അതെ, അതൊക്കെ നന്ദയുടെ വെറും തെറ്റിദ്ധാരണകൾ മാത്രമാ. ഒരു പക്ഷേ ഹേമന്ത് ഇങ്ങനെയുള്ള ഒരുത്തനല്ലെങ്കിലോ. ഗാഥയ്ക്ക് ചിലപ്പം അവൻ്റെ കൂടെ പോകാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ആ പയ്യൻ നല്ലവനാന്ന് തോന്നേ. നന്ദ പറഞ്ഞ് ചിലപ്പോൾ മാറ്റി വെച്ചിരിക്കുന്നതാന്ന് തോന്നുന്നു അവൻ്റെ മനസ്സ്. ലക്ഷ്മി പറഞ്ഞേ, അങ്ങനെയൊന്നും അവൻ വഴിയില്ല. പിന്നെ അവൻ്റെ ഇവിടെ വന്ന് കണ്ടപ്പോൾ എനിക്ക് അവൻ അത്ര ചീത്ത പയ്യനാന്ന് തോന്നില്ല. അവൻ്റെ സംസാരവും പെരുമാറ്റവും എല്ലാം കണ്ടിട്ട് അവൻ നല്ലവനാന്ന് തോന്നിയത്. പക്ഷെ എന്താണെന്നറിയത്തില്ല, ഗാഥമോൾക്ക് അവനെ അങ്ങോട്ട് ഇഷ്ടമില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പം പിങ്കി പറഞ്ഞു, നന്ദ ചിലപ്പോൾ ഗാഥയുടെ മനസ്സ് മാറ്റിയതായിരിക്കും. ഗാഥേനെ ചിലപ്പോൾ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് നന്ദയ്ക്ക് ഇഷ്ടമില്ലായിരിക്കും. അല്ലെങ്കിലും ഗാഥേനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ നന്ദ എന്താ പറഞ്ഞത്? എൻ്റെ ഫ്രണ്ടാണ്, കുറച്ച് ദിവസം ഇവിടെ കാണുമെന്നല്ലേ പറഞ്ഞ്. ഈ കുറച്ച് ദിവസം എന്ന് പറഞ്ഞപ്പോൾ എത്ര നാളായി? എത്ര നാൾ നിന്നാലും കുഴപ്പമില്ല. പക്ഷേങ്കിൽ നിന്ന് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ അല്ലേ അറിയുന്നേ അച്ഛനെ രക്ഷിച്ച ആളുടെ മോളാന്നൊക്കെ. പക്ഷെ ആ ഒരു സെന്റിമെന്റ്സ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നമ്മൾ അവളെ സഹായിക്കണം. സഹായിക്കേണ്ടതെന്നൊന്നും പറയുന്നില്ല. എന്നും വെച്ചോണ്ട് ആജീവനാന്തകാലം അവളെ ഇവിടെ നിർത്താൻ പറ്റുമോ? അവൾക്കൊരു കല്യാണമൊക്കെ വേണ്ടേ? അവളെ കെട്ടിച്ചു വിടുവാണെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ ലക്ഷ്മിയമ്മേന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, പിങ്കിമോള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ, പക്ഷെ നന്ദ അവള് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയണം. പെട്ടെന്ന് പിങ്കി പറഞ്ഞു, അതെ, അവളുടെ സമ്മതം നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിലേ ഈ ഇന്ത്യവരത്തിന്റെ മാനോ പോകുന്നതെന്ന് പറയാണ്. ഇന്ത്യവരത്തിന്റെ മാനം പോകും അതെങ്ങനെ? ഇപ്പം വല്യച്ഛന്റെ കാര്യം തന്നെ ഓർത്തു വയ്ക്കേ. ഇപ്പം മഹേശ്വരൻ വല്യച്ഛൻ രക്ഷിച്ചത് ഗാഥയുടെ അച്ഛനാന്ന് പറയണ്ട. അത് നമുക്കല്ലേ അതിനെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിയത്തുള്ളൂ. പക്ഷെ പുറത്തുള്ളവർക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അവര് നോക്കുമ്പോൾ ഗാഥ ഒരു പെൺകുട്ടി ഇവിടെ നിപ്പുണ്ട്, പക്ഷേങ്കിൽ അവര് വേറെ പലതുമായിരിക്കും പറയണേ. ഒരു പക്ഷേ ഗാഥയുടെ അമ്മയുമായിട്ട് അമ്മാവനും വല്ല ബന്ധം ഉണ്ടെന്നൊക്കെ ആയിരിക്കും ആൾക്കാർ പറഞ്ഞു വരുത്തുന്നത്. നാട്ടുകാരുടെ കാര്യമാണേ, നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറയണേ. ഇത് കേട്ടതും ലക്ഷ്മിയമ്മ ഒന്ന് ഞെട്ടി. നീ എന്താ പെങ്കിമോളെ പറയണേന്ന് നിൽക്കണേ. ഞാൻ പറഞ്ഞ ശരിയാ ലക്ഷ്മിയമ്മ, ഞാൻ പറയുന്നല്ല, നാട്ടുകാർ ഇങ്ങനെയൊക്കെ ആയിരിക്കും പറയണേ. ലക്ഷ്മിയമ്മയ്ക്ക് അറിയാലോ അവരുടെ വാ മൂടിക്കെട്ടാൻ നമുക്ക് പറ്റില്ല എന്നുണ്ട്. എന്റെ മഹിയേട്ടൻ അങ്ങനെയുള്ള ഒരാളൊന്നുമല്ല. പെണ്ണുങ്ങളുടെ മുഖത്ത് പോലും നോക്കില്ലാത്ത ആളാ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് പറയണേ. നമുക്കൊക്കെ അറിയാം ലക്ഷ്മിയമ്മേ, പക്ഷെ അങ്ങനെ അല്ലല്ലോ, നാട്ടുകാരുടെ കാര്യം അങ്ങനെ അല്ലല്ലോ എന്ന് പറയാണ്. പിങ്കിക്ക് മനസ്സിലായി ലക്ഷ്മിയമ്മയുടെ മനസ്സിൽ കരട് കയറിയിട്ടുണ്ടെന്നുള്ള. ഇനിയിപ്പോൾ ലക്ഷ്മിയമ്മ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. ലക്ഷ്മിയമ്മ പറഞ്ഞതേ, അങ്ങനെയൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയണം. ഇതാ ഞാൻ പറഞ്ഞേ, അവളെ ആ ഹേമന്തിന്റെ കൂടെ പറഞ്ഞു വിടുവാണ്. ഈ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ? അവൾക്ക് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടേരെ. അതോടുകൂടി ഒരു പ്രശ്നം വീട്ടിൽ പിന്നെ ഉണ്ടാവില്ല എന്ന് പറയാണ്. ഇത്രയും പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ട് എഴുന്നേക്കുവാണ്. എഴുന്നേറ്റിട്ട് തിരിഞ്ഞു നോക്കുക. ലക്ഷ്മിയമ്മനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. പിന്നീട് കാണിക്കുന്ന ലക്ഷ്മിയമ്മ നേരെ നന്ദേനെ വിളിക്കുവാണ്. നന്ദേനെ വിളിച്ച് നന്ദേനെ മാറ്റിക്കൊണ്ട് പോയി പറഞ്ഞു, അത് നന്ദമോളെ, ഞാൻ ഒരു കാര്യം പറയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നില്ലെന്ന് പറയണം. അതെന്താ? അവനില്ലേ ഹേമന്ത്, അവൻ നല്ല പയ്യനാന്ന് തോന്നേ. അന്ന് ഇവന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ അവനോട് സംസാരിക്കുകയും ചെയ്താ. അപ്പൊ ഇനി അവന് വന്നു കഴിയുമ്പം അവന്റെ കൂടെ ഗാഥയെ നമുക്കങ്ങ് പറഞ്ഞു വിടാന്ന് പറയണം. അല്ല അമ്മ എന്താ പറയണേ? അവന്റെ സ്വഭാവത്തെക്കുറിച്ച് അറിയോ? അവൻ മഹാവൃത്തിയായിട്ടവനാ അവനെ. അമ്മേ, അവന്റെ സ്വഭാവം ശരിയല്ല. കള്ളുകൂടിയും കഞ്ചാവും എല്ലാം അവനുണ്ടെന്ന് പറയണം. നന്ദമോളെ, ഇനി ഇങ്ങനെയൊന്നും പറയരുത്. അവനോട് സംസാരിച്ചിടത്തോളം അവൻ നല്ല ചെക്കനാന്ന് എനിക്ക് തോന്നേ. അല്ലെങ്കിലും അവനെ കണ്ടാൽ അങ്ങനെയൊന്നും പറയത്ത് പോലുമില്ല. ഇന്നത്തെ കാലത്തെ പിള്ളേരല്ലേ, അത്യാവശ്യം കള്ളൊക്കെ അടിക്കും. അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലേ ഉള്ളൂ. അതിന്റെ പേരിൽ ഗാഥയ്ക്കൊന്നും വിവാഹാലോചന മുടക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണം. അമ്മ എല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മൾ എങ്ങനെയാ അമ്മ അവളെ ചതിക്കണേന്ന് ചോദിക്കണം. നന്ദമോളെ, നീ ആയിട്ട് ഇതിനകത്ത് ഇടപെടണ്ട. അല്ലെങ്കിൽ നിനക്കെങ്ങനെ ഇതിനെക്കുറിച്ച് അറിയാവുന്നേ?
നിനക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ് ഹേമന്ത്. ഗാഥ പറഞ്ഞിട്ടുള്ള അനുഭവമല്ലേ ഉള്ളൂ. ഇന്നത്തെ കാലത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയാ. ഒരുപക്ഷെ അവർക്ക് അവരുടെ സങ്കല്പത്തിലുള്ള പുരുഷനായിരിക്കില്ല. അപ്പോൾ അവർ പുതിയ വഴി കണ്ടെത്തും. അങ്ങനെയൊക്കെ തന്നെ ഇതിനെ കണക്ക് കൂട്ടിയാൽ മതി. ഹേമന്തിന് ചിലപ്പോൾ ഗാഥയുടെ കണ്ണുകൾ സൗന്ദര്യം കുറവായിരിക്കും. അതായിരിക്കും അവൾ കണ്ടെത്തുന്ന കാരണം. നമ്മൾ അതൊന്നും മനസ്സിൽ വെക്കണ്ട. നല്ലൊരു ബന്ധം കിട്ടുമ്പോൾ അത് നടത്തി വിടുന്നതല്ലേ നല്ലത്. അല്ലെങ്കിലും ഭാവിയിൽ അവളെ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ? നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താ വെച്ചാൽ നമുക്ക് കൊടുക്കാന്നേ. അച്ഛനെ സഹായിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുത്തു വിടുകയും ചെയ്യാം. ആർഭാടമായിട്ട് നമുക്ക് കല്യാണം നടത്തി വിടുകയും ചെയ്യാം. പിന്നെ നീ എന്തിനാ നന്ദമോളെ വിഷമിക്കണേ? അവർ രണ്ടുപേരും ഒന്നാവട്ടെ എന്ന് പറയണം. അല്ലെങ്കിൽ തന്നെയെങ്കിൽ നീ ഒന്ന് ഓർത്ത് വയ്ക്കേ. എന്റെ കാര്യം ഞാനും മഹിയേട്ടനും തമ്മിൽ കണ്ടില്ലേ, നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ടില്ല അല്ലല്ലോ കല്യാണം കഴിക്കുന്നേ. പക്ഷെ പിന്നീട് കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാം ശരിയായിക്കോളും. അത്രയും വിചാരിച്ചാൽ മാത്രം മതി എന്ന് പറയണം. എന്നാലും അമ്മേ ഒരെന്നാലും ഇല്ല. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഹേമന്ത് വരുമ്പോ അവന്റെ കൂടെ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം. ഇതൊരു ബാധ്യത ഒഴിവാക്കുവാന്ന് തോന്നരുത്. എപ്പോഴാണെങ്കിലും അവൾക്കൊരു കല്യാണമൊക്കെ വേണ്ടല്ലേ. അവളെ എത്ര കാലം എന്ന് വെച്ചാൽ ഈ വീട്ടിൽ പിടിച്ചു നിർത്താനായിട്ട് പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നതും കൂടെ അനുസരിച്ചാൽ മതി. പറഞ്ഞു കേട്ടല്ലോ. ഇനി മോളൊരു മുട്ടായുക്തി വർത്താനം പറയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ അങ്ങോട്ട് പോവാണ്. നന്ദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകെപ്പാടെ പെട്ടല്ലോ ഭഗവാനെ. സത്യങ്ങളൊക്കെ തുറന്നു പറയാനും പറ്റില്ല. ഹേമന്ത് ബാലാജിയുടെ ആളാന്നെങ്ങാനും പറഞ്ഞ അതോടുകൂടി തീർന്നു. തങ്ങളുടെയും കള്ളത്തരം എല്ലാം വെളിച്ചത്താവും. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് നന്ദ ഇരിക്കുവാണ്. പിന്നീട് കാണിക്കുന്ന ഗൗതം വൈകുന്നേരം ഓഫീസിൽ നിന്ന് വരുവാണ്. ഈ സമയത്താണ് പിങ്കി അങ്ങോട്ട് ചെല്ലുന്നത്. പിങ്കിനെ കണ്ടതും ഗൗതം ചോദിച്ചു, അല്ല ഇന്നെന്താ പിങ്കി പ്രശ്നം? പുതിയ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? എന്തേലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അല്ല എന്ത് കാര്യം? എനിക്ക് ഗാഥേനെ കുറിച്ചാ പറയാനുള്ളതെന്ന് പറയാം. ഗാഥേനെ കുറിച്ചോ? ഗാഥനെ കുറിച്ച് എന്താ? അല്ല നന്ദ കൂട്ടിക്കൊണ്ട് വരും പറഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഗാഥ ഇവിടുന്ന് പോകുന്നല്ലേ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എന്തോ നന്ദയ്ക്ക് ഗാഥനെ പറഞ്ഞു വിടാൻ താല്പര്യമില്ലെന്ന് തോന്നേ. അതെന്താ പിങ്കി അങ്ങനെ പറഞ്ഞേ? ഗാഥയുടെ മുറച്ചെറുക്കം വന്നിട്ടുണ്ടായിരുന്നു ഹേമന്ത് കഴിഞ്ഞ ദിവസം. ഇനിയിപ്പോ അവൻ വരൂന്നാ പറഞ്ഞേ. അവൻ വന്നു കഴിയുമ്പം അവന്റെ കൂടെ അവളെ പറഞ്ഞു വിടണം പോലും. പക്ഷെങ്കിൽ നന്ദയ്ക്ക് അതിന് സമ്മതമല്ലാന്ന്. അല്ല നന്ദ എന്തിനാ അതിനെ അവളെ പിടിച്ചു കൊടുത്തുന്നത് ഇവിടെ? അതേ എനിക്കും അറിയത്തില്ലാത്ത. അവന്റെ സ്വഭാവം ശരിയല്ല എന്നൊക്കെ ഒരു മുട്ടാഴ്ത്തി കാരണങ്ങൾ ഉണ്ടാക്കി പറയുകയാണ് നന്ദ. എനിക്ക് തോന്നി ഇതിനകത്ത് വേറെ എന്തോ ഒരു ലക്ഷ്യമുണ്ടെന്നാ തോന്നിയെന്ന് പറയാണ്. ഇത് കേട്ടോ ഗീതം നന്ദയ്ക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നും ഇല്ല. അല്ല നന്ദ ഇവിടെ പഠിച്ചെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഹേമന്ത് മുറച്ചെറുക്കനാണെങ്കിൽ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഗാഥയാ കൂടെ പോട്ടെ. ഗാഥയ്ക്ക് ഒരു ജീവിതം കിട്ടത്തില്ലേന്ന് ചോദിക്കുകയാണ്. ഇതന്നെയാ ഗൗതം ഞാനും പറയണേ. പക്ഷെ നിങ്ങളുടെ ഭാര്യ അതിന് സമ്മതിക്കണ്ടേ? നിങ്ങളുടെ ഭാര്യ ഗാഥനെ ഇവിടെ നിന്ന് വിടുവേ ഇല്ലെന്നുള്ള ഒറ്റ വാശിപ്പുറത്ത് നിൽക്കുമെന്ന് പറയണം. ഓഹോ അങ്ങനെയാണോ? എന്നാൽ ഞാൻ അവളോട് ചോദിക്കാം. ഗാഥനെ ഇനിയിപ്പോൾ ഇവിടെ നിർത്തേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് കയറി പോവാണ്. ഗൗതം മുറി ചെന്ന് കഴിയുമ്പോഴത്തേനും നന്ദ ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ എത്ര സമയം ഗൗതം സാർ നോക്കി നിൽക്കുന്നത്, എന്താ എത്ര വൈകിയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ഗൗതം പറഞ്ഞു, എനിക്ക് മനസ്സിലായി എന്താ പറയാനുള്ളതെന്ന്. ഗാഥയുടെ കാര്യമല്ലേ? ഗാഥനെ ആ ഹേമന്തിന്റെ കൂടെ പറഞ്ഞു വിടല്ലേ, അതല്ലേ എന്നോട് സംസാരിക്കാനുള്ളതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നന്ദ പറഞ്ഞു, അല്ല ഗൗതം സാറിന് എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അറിയാന്ന്? അതൊക്കെ ഞാൻ മനസ്സിലാക്കിയെന്ന് പറയാണ്. നന്ദ ഒരു കാര്യം വിചാരിക്കണം, ഞാനൊരു പോലീസ് ഓഫീസറാ, അറിയാലോ എന്ന് പറയണം. അതൊക്കെ അറിയാം ഗൗതം സാർ, പക്ഷേ ആ ഹേമന്തുണ്ടല്ലോ അവനൊരു വൃത്തിയായിട്ടവനാ, അവന്റെ കൂടെ ഒരിക്കലും പറഞ്ഞു വിടില്ലെന്ന് പറയാണ്. നന്ദ നിനക്ക് ഗാഥനെ കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല, ഈ പറയുന്ന ഹേമന്തിനെ കുറിച്ചും അറിയത്തില്ല. പിന്നെ എങ്ങനെ നീ ഇത്ര തറപ്പിച്ച് പറയുന്നു അവനൊരു വൃത്തികെട്ടവനാന്ന്? കള്ളുകൂടിനാ മയക്കുമരുന്നിന് അടിമയെന്നൊക്കെ നീ എങ്ങനെ പറയണേന്ന് ചോദിക്കണം. അത് പിന്നെ ഗൗതം സാറിന് അറിയാലോ, അവൾ എന്നോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാ. ഒരു പക്ഷെ ഹേമന്തിന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നന്ദയുടെ ജീവിതം തകരുള്ളൂ, നമ്മളത് കാണേണ്ട വരുമെന്ന് പറയണം. അവളുടെ ജീവിതത്തിന്റെ കാര്യത്തിൽ നിനക്ക് അത്രമാത്രം ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഹേമന്ത് ഉണ്ടായി നോക്കുമെങ്കിൽ ആരും ഇല്ലാതിരിക്കുന്ന അവൾക്കൊരു എന്താ ആശ്വാസമല്ലേ. പിന്നെ നീ എന്തിനാ നന്ദ ഇങ്ങനെ മസിൽ പിടിക്കുന്നേ? നീ എന്റെ കാര്യം തന്നെ ഒന്ന് ഓർത്ത് വെക്കേ. കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടും പരസ്പരം ഇഷ്ടമില്ലായിരുന്നല്ലോ. കല്യാണത്തിന് ശേഷമല്ല നമ്മൾ ഇഷ്ടത്തിലായത്. അതാ പറയണേ, നമ്മൾ രണ്ടുപേർക്കും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ കല്യാണത്തിന് ശേഷം അതൊക്കെ പുറത്തും നമ്മൾ മുന്നോട്ട് അങ്ങോട്ട് പോകണമെന്ന് പറയണം. ഇത് കേട്ടതിന് നന്ദ പറഞ്ഞു, അങ്ങനെ പറയരുത് ഗോവിന്ദ് സാർ, ഒന്ന് ഓർത്ത് വയ്ക്കേ. ആ വിക്രത്തെ പോലുള്ള ഫ്രോഡാണ് എൻ്റെ കഴുത്തിൽ താലി അടത്താൻ വന്നിരുന്നെങ്കിൽ ഗൗതം സാർ സമ്മതിക്കുമായിരുന്നോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതം പറഞ്ഞു, എന്തിനാ വിക്രത്തിന്റെ കാര്യമൊക്കെ ഇപ്പൊ ഇടുന്നേ? അല്ല ഇപ്പൊ വിക്രത്തെ പോലെ ഒരു ദുഷ്ടനാണ് ഹേമന്ത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞതെന്ന് പറയാണ്. അവൻ നന്ദയുടെ ജീവിതം നശിപ്പിക്കുമെന്ന് പറയാണ്. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. അല്ല ഗാഥയുടെ ജീവിതം നശിപ്പിക്കുമെന്ന് പറയണേ, ഇടയ്ക്ക് പേര് മാറിപ്പോയതാട്ടോ. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഗാഥയുടെ ജീവിതത്തിന്റെ കാര്യത്തില്. നിനക്ക് അത്രമാത്രം ടെൻഷനും വേണ്ട. പറഞ്ഞു കേട്ടല്ലോ, അവിടെ എന്താന്ന് വെച്ചാൽ കൊടുത്ത് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊണ്ടോ, അത്രേ മാത്രമേ ഉള്ളൂ. ഇനി ഈ കാര്യത്തിൽ നമ്മൾ തമ്മിലൊരു സംസാരം ഇല്ലെന്ന് പറഞ്ഞിട്ട് ഗൗതം അങ്ങോട്ട് പോവാണ്. നന്ദപ്പെട്ടു. നന്ദയ്ക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ലായിരുന്നു. പിന്നീട് കാണിക്കുന്ന ലക്ഷ്മിയമ്മ നേരെ മഹേഷിന്റെ അടുത്തേക്ക് വരുവാണ്.
മഹേഷിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അല്ല മഹിയേട്ടാ, ആ ഹേമന്ത് വരുമ്പം അവന്റെ കൂടെ ഗാതമോളെ പറഞ്ഞുകൊണ്ടേന്ന് ചോദിക്കുവാണ്. അല്ല നിന്നോട് ആരാ പറഞ്ഞേ? ഞാനിതറിഞ്ഞു, പിങ്കിമോൾ എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നന്ദയൊക്കെ ആണെങ്കിൽ ഇതിന് സമ്മതമല്ല എന്ന് പറയണേ. ഞാൻ നന്ദമോളോട് പറഞ്ഞ് ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അല്ല മഹേശ്വരന്റെ അഭിപ്രായം എന്താന്ന് ചോദിക്കണം. ഞാനിപ്പോ പ്രത്യേകിച്ച് എന്താ അഭിപ്രായം പറയണേ? അങ്ങനെ പറഞ്ഞു വിടാനാണെങ്കിൽ വിട്, മുറിച്ചെടുക്കണല്ലേ വന്ന് വിളിക്കുന്നത്, വേറെ ആരും അല്ലോ എന്ന് പറയണം. അതാ ഞാനും നന്ദയോട് പറഞ്ഞത്. പക്ഷെ നന്ദയ്ക്ക് എന്തോ താല്പര്യക്കുറവാ പറഞ്ഞു വിടുന്ന കാര്യത്തില്. അവള് സമ്മതിക്കുന്നില്ല എന്ന് പറയാം. നന്ദയുടെ സമ്മതം നീ നോക്കണ്ട, ഞാൻ പറഞ്ഞ പോലെ നീ അങ്ങോട്ട് കേട്ടാൽ മതി. ഹേമന്തിന്റെ കൂടെ അങ്ങ് പറഞ്ഞു വിട്ടാരേ, ഇനി നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കുറച്ച് കൊടുക്കാമല്ലോ എന്ന് പറയാണ്. ലക്ഷ്മി അമ്മ ശരിയാ, മഹിയേട്ടൻ പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യം. ഈ സമയത്താണ് മഹേഷിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. നോക്കിയപ്പം ബാലാജിയെ വിളിക്കുന്നത്. ബാലാജി പറഞ്ഞു, അതെ നാളെ ഹേമന്ത് അങ്ങ് വരും, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ എന്ന് ചോദിക്കണം. ഓക്കെയാ, ഒരു കുഴപ്പമില്ല, നാളെ അവൻ ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറയണം. അങ്ങനെ കോളങ്ങോട്ട് വെക്കുവാണ്. കോള് വെച്ച് ആരാ മഹിയേട്ട വിളിച്ച? അതെ ഹേമന്താണ്, നാളെ അവൻ ഇങ്ങോട്ട് വരുമെന്ന് കാതയെ കൂട്ടിക്കൊണ്ട് വരേണ്ട. അയ്യോ നാളെയോ? ഇത്ര പെട്ടെന്നോ? തേമേ, ആ കൊച്ചിന് ഞാനാണ് ഒന്നും അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു പോലുമില്ല. ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് ചെല്ലട്ടെ, അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ താഴേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയത്ത് എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ മഹേശ്വരൻ നിൽക്കുവാണ്. ഗാഥയെ വിട്ടു കൊടുക്കുകയും ചെയ്യണം, ഗാഥയെ രക്ഷിക്കുകയും ചെയ്യണം. ഇതെല്ലാം കൂടെ പറ്റുമോയെന്ന് അറിയത്തില്ലാതെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ നിൽക്കുന്ന മഹേഷിനെ കാണുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്ക് തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.